ഗൈസ്, വെൽക്കം ടു തക്രൂസ് വേൾഡ്. തക്രൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആവാറായിട്ടുണ്ടാവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ തീരെ വയ്യായിരുന്നു പിള്ളേർക്കും എനിക്കൊക്കെ ഭയങ്കര ജലദോഷം കഫം കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസം വീട്ടിലായിരുന്നു കേട്ടോ, ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ തമിഴിൽ കണ്ടിട്ട് വന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ കാണിച്ച പോലെ തന്നെ ഞങ്ങളെ വിട്ടിട്ട് പോവാണ്, വേറെ എവിടേക്കല്ല ഗൾഫിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ക്യാഷിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതൊക്കെ അറേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വൈകിപ്പിക്കണില്ല. മറ്റന്നാൾ ഗൾഫിൽ പോവാണ് കേട്ടോ, അതായത് തിങ്കളാഴ്ച ഗൾഫിൽ പോവാണ്. അപ്പോൾ അവിടെ എന്താ ജോലി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റിലേറ്റീവ്സ്, എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഗൾഫിലേക്ക് പോണത്? ഒന്നാമത്തെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് ഡെലിവറി ആണ്, എനിക്ക് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, എല്ലാവരും കുട്ടീനെ കാണാനല്ലേ നാട്ടിലേക്ക് വരിക, അപ്പോൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് തന്നെ പോണത്? ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സൊക്കെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം വളരെ മോശമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടീൻ്റെ പേയ്മെൻ്റ് ഒക്കെ തെറ്റിയിട്ടിരിക്കുകയാണ്. അതുപോലെ കുറേ ലോണുകളും കാര്യങ്ങളും, പിന്നെ വീട്ടിലത്തെ ചിലവും പിള്ളേരുടെ സ്കൂളും വണ്ടി വാടകയൊക്കെ കൂടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ പണിയൊന്നും ഇല്ല നാട്ടിലേക്കാക്ക. അങ്ങനെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഞാൻ ഇടക്കിടക്ക് പറയാറുണ്ട് കാക്ക് പണിയില്ലാണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പോക്ക് ശരിയായിട്ടുണ്ട്, ഗൾഫിൽ പോക്ക്. അപ്പോൾ അത് ശരിയായപ്പോൾ പറഞ്ഞു എന്തായാലും ആവട്ടെ, നമുക്ക് വേഗം കയറി പോകാൻ നോക്കാം. ചിലപ്പോൾ ഈ ചാൻസിന് കിട്ടിയില്ല എന്നും വരും, കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ പണിയില്ലാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാം. ഇപ്പം എന്തായാലും ഡെലിവറി കാര്യങ്ങളൊക്കെ നോക്കാൻ വീട്ടുകാരുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ ഉമ്മൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഏകദേശം കടങ്ങളൊക്കെ വീട്ടിട്ടെ. പിന്നെ നമുക്ക് പ്രസവത്തിനായാലും അത്യാവശ്യം പൈസ വേണം, എല്ലാറ്റിനും പൈസ വേണം. അപ്പം അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ പെട്ടെന്ന് പോവാ പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്, ഇന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പോണത് ഗൾഫിക്ക്. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഈ മാസം ഹോസ്പിറ്റലിൽ പോയാൽ അറിയാം എന്നാണ് അഡ്മിറ്റ് ആവേണ്ട കാര്യങ്ങളൊക്കെ ഈ മാസം പോയാൽ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ പിള്ളേരുടെ അവസ്ഥ എന്ന് പറയുകയെങ്കിൽ എനിക്ക് കൂടുതൽ ടെൻഷൻ, ഞാൻ ഡെലിവറിക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. എൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ഇല്ല കേട്ടോ. ഞാൻ എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കയറും. പക്ഷേ പിള്ളേരിനെ ആരെ കയ്യിൽ ഏൽപ്പിക്കുക, അതാണൊരു ടെൻഷൻ. എൻ്റെ വീട്ടുകാരുണ്ട്, ഇക്കാൻ്റെ വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവർ ആരായിട്ടും ഭയങ്കര അറ്റാച്ച് ഇല്ല. പിള്ളേർ അവരായിട്ട് അധികം നേരം നിൽക്കില്ല, അവിടെ അധികം നേരം എന്നെ കാണാണ്ട് നിൽക്കില്ല, ഇക്കാനെ കാണാണ്ട് നിൽക്കില്ല. മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ 2 വിട്ടിട്ട് പിള്ളേർ പോവില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇക്ക നാട്ടിലില്ല. ഞാനും ഡെലിവറിക്ക് ഓപ്പറേഷനൊക്കെ കയറി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ പിള്ളേർ എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. അത് എല്ലാ അമ്മമാർക്കും ഉണ്ടാവും, അതുപോലെ എനിക്കും ഉണ്ട് കേട്ടോ, പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട്. അപ്പം അത് മാത്രമുള്ളപ്പോൾ ഒരു ടെൻഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ റിച്ചുവിനായാലും തക്കുടൂനായാലും ഇക്ക അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് ഭയങ്കര വാശിയാണ്, ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങളടുത്ത് കിടന്നാലും ഉറങ്ങുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അല്ല റിച്ചിയാ, ഒരു ഹായ് പറഞ്ഞേ അല്ലേ. തക്കുട് പിന്നെ പറഞ്ഞാലൊക്കെ അനുസരിക്കാറായി, അവന് വല്ല കാർട്ടൂൺ വെച്ചു കൊടുത്താൽ ഇരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അറിയാനുള്ള പ്രായമായി തക്കുടൂന്. റിച്ചുവിന് അതിനുള്ള പ്രായം ആയിട്ടില്ല. റിച്ചു ചെറിയ കുട്ടിയല്ലേ, അവൻ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആക്ഷൻ കാട്ടാണ് ചെയ്യുക. ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാട്ടും ഉറങ്ങണമെങ്കിൽ. അതുപോലെ പാലും കുപ്പി കുടിക്കണമെങ്കിലും ആക്ഷൻ കാട്ടും, ഉമ്പം പറഞ്ഞിട്ട് ആക്ഷൻ കാട്ടും, അങ്ങനെയൊക്കെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്, ഇവരുടെ ഒക്കെ കാര്യം ആലോചിച്ചിട്ട്. എന്തായാലും പോയിട്ട് നന്നായി വരട്ടെക്ക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇന്നലൊക്കെ കുറേ സമയമൊക്കെ അവിടെ എല്ലാ പണികളും തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മറ്റന്നാണ് പോണത്, അതായത് തിങ്കളാഴ്ചയാണ് പോണത്. അപ്പോൾ ഇന്നലെ പണിക്ക് പോയിട്ടുണ്ട്, ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്, നാളെ പണിക്ക് പോവും. ഗൾഫിൽ പോണ വരെ കിട്ടാവുന്ന പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ തന്നിട്ട് പോവാനാണ്. അത്യാവശ്യം കുറച്ച് അടവുകളും കാര്യങ്ങളൊക്കെ ആഴ്ച അടവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അടയ്ക്കാനുള്ള പൈസ തന്നിട്ട് പോവാനാ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ജോലിക്ക്. പിന്നെ ഇവിടെ കുറേ വിറകുകളൊക്കെ കൂടെ നിട്ടന്നിട്ടുണ്ട്.
എനിക്ക് ഡെലിവറി ഒക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം തിളപ്പിക്കാനും അതുപോലെ തന്നെ അടുപ്പ് കത്തിക്കാനൊക്കെ ആയിട്ടുള്ള വിറകൾ ഇഷ്ടം പോലെ വന്നിട്ട് കൊടുത്തിട്ട് കൊത്തിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടാണ് ഇക്ക പോണത്. ഒന്നാമത്തെ ഇക്കാക്ക് വലിയ താല്പര്യമില്ല പോവാൻ വേണ്ടിയിട്ട്. എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്. നമുക്ക് വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം കിട്ടിയ ചാൻസിൽ പോവാൻ തന്നെയാണ് വിചാരിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ സ്വന്തം ഭാര്യ പ്രസവിക്കാൻ കൊടുക്കുമ്പോൾ ഏത് ഭർത്താവിനാണ് കാണാൻ ആഗ്രഹം ഇല്ലാണ്ടിരിക്കുക, കുട്ടീനൊന്നും എടുക്കാൻ ആഗ്രഹം ഇല്ലാണ്ടിരിക്കുക. അതുപോലെ ഇക്കാക്ക് ഇപ്പോൾ കുറേ കാലം ആദ്യം ഗൾഫിലായിരുന്നു, ഇപ്പോൾ കുറേ കാലമായി നാട്ടിലായിട്ട്. അപ്പോൾ ഇത്രയും കാലം ഇവിടെ നിന്നുകൊണ്ട് തന്നെ പിള്ളേർ എന്നെ കാണാണ്ടെങ്കിൽ ഇത്ര ദിവസം അവിടെ പോയി നിൽക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇക്കപ്പം തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കണം. നിങ്ങളൊക്കെ കാണാണ്ട് ഇത്രയും ദിവസം ഞാൻ നിൽക്കണ്ടേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം, എപ്പോഴും വിളിക്കണം എന്നൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞേക്കുന്നത്. എന്തത് തക്കടു വിറകൊക്കെ എടുത്തോർന്നേക്കുന്നത് ഇതൊക്കെ ഇന്നലെ കൊത്തിട്ട വിറകുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എടുത്ത് നടക്കാണ്. ഇവരെ പണിയാണ് ഇതൊക്കെ എടുത്തിട്ട് നടക്കുക, കെട്ടി നടക്കുക. നല്ല തക്കടു ഒരു ഹായ് പറഞ്ഞേ, ഹലോ പറയ്. ഓ ഇപ്പൊ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരും കുളിപ്പിച്ച് ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് വെച്ചത് കേട്ടോ. ഇത്ര നേരം പണിയിലായിരുന്നു. വീട്ടിൽ അടിച്ചൊരു തുടക്കലും പാത്രം കഴുകലും ഒക്കെ അങ്ങനൊക്കെ ആയിരുന്നു. ഇനിയിപ്പൊ കുറച്ചേരം റെസ്റ്റ് ചെയ്യണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് അത്ര കുതിര അവന് സന്തോഷമായി. നാളെ സ്കൂളില്ല, മറ്റന്നാ അവന്റെ ഉപ്പ പോണേന് സ്കൂളിൽ പോണ്ട, അങ്ങനെയൊക്കെയാണ്. കൊണ്ടാക്കാൻ ഞാൻ ചിലപ്പോ പോവുണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ ചിലപ്പോ കൊണ്ടാക്കാൻ പോവുണ്ടാവില്ല കേട്ടോ. കാരണം ചിലപ്പോഴാ പോവുള്ളൂ, ചിലപ്പോ പോവുണ്ടാവില്ല മിക്കവാറും. കാരണം എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ പോവാൻ കുഴപ്പമില്ല. ഒന്ന് വയ്യായി കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോവും. പക്ഷെ മിക്കതും പോവാണ്ടിരിക്കാനാണ് ചാൻസ്. എന്തായാലും നോക്കട്ടെ, പോകാൻ പറ്റിയെങ്കിൽ പോകണം, വയ്യായി ഇല്ലെങ്കിൽ എന്തായാലും അതൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാത്രമായിരിക്കും, ഞാനും തക്കളും റിച്ചൂസൊക്കെ കൂടെ. ഇക്കാനധികം വീഡിയോയിൽ ഉണ്ടാവില്ല. കന്നി ഗൾഫിൽ പോയി കഴിഞ്ഞാൽ 1.5-2 കൊല്ലത്തിന് ശേഷമൊക്കെ വരിക. അപ്പോഴാണ് വീഡിയോയിലൊക്കെ നിൽക്കുള്ളൂ. അപ്പം ഞങ്ങൾ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. അപ്പം ഇത്രയ്ക്കൊക്കെയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.